ശ്രീ KJ മാക്സി. സാർ, കൊച്ചി തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചി, കുമ്പളങ്ങി, കണ്ണമാലി, പെരുമ്പടപ്പ്, ഇടക്കൊച്ചി ഉൾപ്പെടെയുള്ള കായലുകളിലെ എക്കൽ കൂമ്പാരം മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പുറമെ ജലഗതാഗതത്തിനും തടസ്സമാകുന്നു. എക്കൽ നീക്കി ആഴം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വള്ളങ്ങളും ചെറുവഞ്ചികളും വേലിയിറക്ക സമയത്ത് ഇത്തരത്തിൽ പുഴയിൽ എക്കൽ കൂമ്പാരത്തിൽ കുടുങ്ങുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. എക്കലിൻ്റെ ആധിക്യം മൂലം പല സ്ഥലങ്ങളും ജലനിരപ്പ് താഴുകയും പുഴ കര പോലെ ആവുകയും ചെയ്യുന്നു. കൊച്ചി കോട്ടപ്പുറം ജലപാത കടന്നുപോകുന്ന ഭാഗത്തും ഇതാണ് അവസ്ഥ. എക്കലുള്ള സ്ഥലങ്ങളിൽ വല നീട്ടാൻ കഴിയാതെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും ബുദ്ധിമുട്ടിലാണ്. ഇത്തരം സ്ഥലങ്ങളിൽ വഞ്ചി കുടുങ്ങി അപകടമുണ്ടാകുന്നുണ്ട്. പുതഞ്ഞു പോകുന്നതിനാൽ ഇവിടങ്ങളിൽ പുഴയിൽ ഇറങ്ങുവാനും അപകടമാണ്. അനേകം ചെമ്മീൻപാടങ്ങൾ വെള്ളമെത്തുന്നത് പുഴയിൽ നിന്നാണ്. എക്കൽ നിക്ഷേപം മൂലം നീരൊഴുക്ക് കുറയുന്നുണ്ട്. ഇത് ചെമ്മീൻകെട്ടുകളെയും ബാധിക്കുന്നു. എക്കൽ അടിഞ്ഞു പുഴ നികന്നു കിടന്നാൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ രൂക്ഷത വർദ്ധിപ്പിക്കും. ഇത്തരം കാര്യങ്ങളിൽ മുൻനിർത്തിക്കൊണ്ട് കൊച്ചിയിലെയും മറ്റു അനുബന്ധ കായലുകളിലെയും എക്കൽ നീക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി. സർ, എറണാകുളം ജില്ലയിലെ അനിയന്ത്രിത വാഹനപ്പെരുപ്പം മൂലം റോഡ് മാർഗമുള്ള ഗതാഗതം ഏറെ ദുഷ്കരമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചെലവ് കുറഞ്ഞതും വേഗത്തിൽ എത്തിപ്പെടാവുന്നതുമായ ജലഗതാഗത മാർഗമാണ് ഏറെ ഉചിതം. അതുകൊണ്ട് വാട്ടർ മെട്രോ പോലുള്ള ജലഗതാഗത സംവിധാനങ്ങൾക്ക് പ്രസക്തിയേറുന്നത്. മേൽ വിഷയപ്രകാരമുള്ള പ്രവർത്തികളിൽ ഉൾപ്പെട്ടിരുന്ന വേമ്പനാട്ട് കായൽ കൊല്ലം കോട്ടപ്പുറം ദേശീയപാത NW3 ഫീഡർ കനാലാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നടത്തിയ പഠനത്തിൽ കൊച്ചി നഗരത്തിലെ 16 ഡിവിഷനുകളിൽ അതീവ വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലയാണ് വേമ്പനാട്ട് കായൽ കടന്നുപോകുന്ന എറണാകുളം ജില്ലയിലെ ഇടക്കൊച്ചി അരൂർ ബ്രിഡ്ജ് മുതൽ പെരുമ്പടപ്പ് കുമ്പളങ്ങി ബ്രിഡ്ജ് വരെയും പെരുമ്പടപ്പ് കുമ്പളങ്ങി ബ്രിഡ്ജ് മുതൽ കണ്ണമാലി സൈഡ് വരെയുള്ള പ്രദേശം. മേൽപ്പടി പ്രദേശങ്ങളിൽ എക്കലും ചെളിയും നിറഞ്ഞ് വേമ്പനാട് കായലിന് വളരെ ആഴക്കുറവാണുള്ളത്. മേൽപ്പടി മേഖലയിൽ എക്കൽ അടിയുന്നത് മൂലം മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് ഉൾനാടൻ മത്സ്യബന്ധനം സാധ്യമാകുന്നില്ല. ആയതിനാൽ ഈ മേഖലയിലെ സാധാരണ ജനങ്ങൾ അതീവ ആശങ്കയിലാണ്. മത്സ്യബന്ധനം പ്രധാന തൊഴിലാക്കിയ സാധാരണ ജനവിഭാഗമാണ് ഇവിടെ അധിവസിക്കുന്നത്. കൊച്ചി തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചി, കുമ്പളങ്ങി, കണ്ണമാലി, പെരുമ്പടപ്പ് ഉൾപ്പെടെയുള്ള കായലിൽ എക്കലും ചെളിയും അടിഞ്ഞുകൂടി വളരെയധികം ആഴം കുറവായി മാറിയിരിക്കുന്നു. മേൽപ്പടി പ്രദേശം ആഴം വർദ്ധിപ്പിച്ചാൽ ഇവിടേക്ക് ഭാവിയിൽ ജലഗതാഗത മാർഗം സുഗമമാക്കാവുന്നതാണ്. കൂടാതെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അവിടുത്തെ സാധാരണ ജനങ്ങളുടെ തൊഴിലവസരങ്ങളും കൂടുന്നതാണ്. ഏകദേശം 400ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടക്കൊച്ചി അരൂർ ബ്രിഡ്ജ് മുതൽ പെരുമ്പടപ്പ് കുമ്പളങ്ങി ബ്രിഡ്ജ് വരെ 2,36,250 ഘനമീറ്റർ എക്കലും ചെളിയും ഏകദേശം 150ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പെരുമ്പടപ്പ് കുമ്പളങ്ങി ബ്രിഡ്ജ് മുതൽ കണ്ണമാലി സൈഡ് വരെ ഏകദേശം 1,12,500 ഘനമീറ്റർ എക്കലും ചെളിയും നീക്കം ചെയ്ത് കായലിന് ആഴം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആയതിലേക്ക് ഇടക്കൊച്ചി അരൂർ പാലം മുതൽ പെരുമ്പടപ്പ് കുമ്പളങ്ങി വരെയുള്ള ഭാഗം വരെ വേമ്പനാട്ട് കായലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തിക്കായി 950 ലക്ഷം രൂപയുടെയും പെരുമ്പടപ്പ് കുമ്പളങ്ങി പാലം മുതൽ കണ്ണമാലി ഭാഗം വരെ വേമ്പനാട്ട് കായലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനായി 452 ലക്ഷം രൂപയുടെയും പ്രവൃത്തികൾക്ക് DPR നൽകിയിട്ടുണ്ട്. ഇത് ഗൗരവപൂർവ്വമായിട്ടാണ് കാണുന്നത്. ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഫണ്ടിന്റെ ലഭ്യതയെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇക്കാര്യങ്ങളിൽ ആവശ്യമായ നടപടി സ്വീകരിക്കും.